ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന പടമുണ്ട്. അവരുടെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട്. തുടരുകയാണ്. അതിനിടയിൽ CPM അത് ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ലീഗിന് അടക്കമാണ്. അല്ല, CPM സ്വയം പരിഹാസ്യമാവുകയാണ്. CPM പറയുന്നത് എന്താ? SDPIയും മറ്റേ ജമാഅത്ത് ഇസ്ലാമിയും കൂട്ടിയേർത്തു UDF. അതാണ് പാലക്കാട് വോട്ടെന്ന്. പാലക്കാട് അവിടെ വോട്ട് കുറഞ്ഞത് 11,000 വോട്ട് കുറഞ്ഞത് ആരുടെ വോട്ടാ? BJPയുടെ വോട്ടാണ് കുറഞ്ഞത്. ആ BJP കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരന് പോയ വോട്ടാണ് ഞങ്ങൾ കൂടുതൽ പിടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ SDPക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ടായ ഇല്ല. വെറുതെ തോറ്റു കഴിഞ്ഞാൽ തോറ്റെന്ന് പറയണം. ഞങ്ങൾ പറയല്ലോ, ചേലക്കര ഞങ്ങൾ തോറ്റു. കാരണം എന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ അവിടെ ഒരു ന്യായത്തിനും പോയില്ല. വല്ലതും പറയാൻ പോയാ തോറ്റത് ജനങ്ങളല്ലേ ഞങ്ങളെ തോൽപ്പിച്ചത്, അവരെ ജയിപ്പിച്ചത്. ഞങ്ങൾ സമ്മതിച്ചല്ലോ. ഞങ്ങൾ പിന്നെ സന്തോഷമാണ്. 40,000 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം CPM ജയിച്ചെടുത്ത് ഈ പ്രാവശ്യം 12,000 വോട്ടിലാണ് ജയിച്ചതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ള സംഭവം എന്താ? എന്ന് മുതലാണ് CPMന് SDPIയും ജമാഅത്ത് ഇസ്ലാമിയും വർഗീയവാദികളായത്? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴുള്ള പത്രസമ്മേളനം പുറത്തു വന്നല്ലോ. SDPI ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്, വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ കുഴപ്പം കോൺഗ്രസ്സേ എന്നല്ലേ ചോദിച്ചത് അന്ന്. അപ്പോൾ അന്ന് കൂട്ടുകൂടായിരുന്നു. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിലുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന പടമുണ്ട്. അവരുടെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട് അദ്ദേഹം. ഇവരുടെ കൂടെ ഞാനിപ്പോൾ ഇവിടെ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 5 തെരഞ്ഞെടുപ്പിലും എനിക്കെതിരായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. LDF സ്ഥാനാർത്ഥിയുടെ കൂടെ ആയിരുന്നു ജമാഅത്ത് ഇസ്ലാമി. കേരളം മുഴുവൻ അങ്ങനെയാണ്. അവർ പറഞ്ഞല്ലോ, 2001-ലും 2006-ലും 2011-ലും 2016-ലും ഒക്കെ അവരെതിരായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരത്വത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തുന്നതാണ്. AKG സെൻറ്ററിൽ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ വർഗീയവാദികൾ. കാരണം CPM തീരുമാനിക്കുന്നവരാണ് ഇതെല്ലാം. മനസ്സിലായില്ലേ? എന്നിട്ടൊരു പുതിയ കഥയാണ് ഈ എന്താണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച 18,874 വോട്ട് SDPIക്കാർ വെൽഫെയർ പാർട്ടിക്കാർ കൂടി ചെയ്താണോ? CPMന് സമ്മതിക്കാൻ മടി. ഞങ്ങൾക്ക് എല്ലാ സമൂഹങ്ങളിലും വോട്ട് കിട്ടി. പാലക്കാട് ടൗണിൽ ഞങ്ങൾ 4,000 വോട്ടിൻ്റെ പുറകിൽ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഏകദേശം 5,000-ഓളം വോട്ട് ലീഡ് ചെയ്ത്. പാലക്കാട് ടൗണിൽ ഞങ്ങൾക്ക് കിട്ടിയ ലീഡ് ആരുടെ വോട്ടാ? ഈ ശ്രീധരന് പോയ വോട്ട് തിരിച്ച് ഞങ്ങൾ പിടിച്ചു അല്ലേ? ഈ ശ്രീധരൻ 50,000 വോട്ട് കിട്ടിയപ്പോൾ 39,000 വോട്ടായി. BJPയുടെ വോട്ട് കുറഞ്ഞു, ഞങ്ങളുടെ വോട്ട് കൂടി. അതല്ലേ യാഥാർത്ഥ്യം? അത് മനസ്സിലാക്കാൻ പറ്റാതെ തോറ്റ് കഴിഞ്ഞിട്ട് ഈ കണക്കായിട്ട് പഴയ EMSന്റെ പരിപാടിയാണ്. കണക്കിൽ ഇപ്പോൾ സംശയിക്കും, പാലക്കാട് ആരാ ജയിച്ചെന്നൊരു സംശയം തോന്നും. നമ്മൾ തോറ്റുപോയാന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും. അതുപോലെയാണ് ഇവരെ കണക്കപ്പിള്ളമാരാണ്. ഇവർ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം ഈ കണക്കപ്പിള്ളമാരെല്ലാവരും കൂടി ഇറക്കും. എപ്പോഴും അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അതാണ്. ഇവിടെ അവരെന്താ പറഞ്ഞത്? ഈ തൃക്കാക്കരയിൽ 6,000 വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞു ഇല്ലേ? 25,000 വോട്ടിനാണ് ഞങ്ങൾ ജയിച്ചത്. ഞങ്ങൾ സന്തോഷത്തോടെ ജയിപ്പിച്ചതിന് നന്ദിയും പറഞ്ഞ് പോയി. എന്നിട്ട് കുറേ നാൾ എന്തായിരുന്നു? പുതുപ്പള്ളിയിൽ എന്തായിരുന്നു? അപ്പോൾ അവിടെയൊക്കെ SDPI പുതുപ്പള്ളിയിൽ 4 വോട്ടിനാണ് ജയിച്ചത്, ഉമ്മൻചാണ്ടി ജയിച്ചതിൻ്റെ. ഇവിടെ PT തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിനാണ് ജയിച്ചത്. അവിടെയൊക്കെ SDPI ഇതൊക്കെ ജയിച്ചു. ഇതാണ് ട്രെൻഡ് കേരളത്തിൻ്റെ. ഇതാണ് 75,000 വോട്ട് കുറഞ്ഞല്ലോ CPMന് ഇവിടെ വയനാട്ടിൽ. അതെവിടെ പോയി? ആ വോട്ട് അവിടെ പോയി. എന്ത് പറ്റിയത്? എല്ലായിടത്തും വോട്ട് കുറഞ്ഞു CPMന്. വയനാട്, പാലക്കാട്, ചേലക്കര എല്ലായിടത്തും കുറഞ്ഞു. എല്ലാ സ്ഥലത്തും വോട്ട് കുറഞ്ഞു. എന്നിട്ട് പറയാണ് ഒരു ആൻറ്റി ഇൻകംബൻസി ഇല്ല.